അപ്പൊ നമ്മള് റാണിക്ക് വാവ് കാണാൻ വന്ന വെച്ചാ പാട്ടല്ലേ ഗുജറാത്ത്. റാണിക്ക് വാവ്. റാണിക്ക് വാവ. കുളം കാണാൻ അത് അടാലജ് വാവ്, ഇത് റാണിക്ക് വാവ്. അതൊരു വാവ. ഇതാണ് സംഭവം. റാണിക്ക് വാവ് നമ്മുടെ 100 രൂപ നോട്ടിലുള്ള സംഭവം കണ്ട. അതാണ് ഈ സാധനം. നമുക്ക് താഴേക്ക് ഇറങ്ങി ചെന്നാല് ശരിക്കും കാണാൻ പറ്റും. ഇതിനു വേണ്ടിയാണ് ഈ കിണറുണ്ടാക്കിയത്. അപ്പോൾ ഈ വേനൽക്കാലത്തും ഒക്കെ ആൾക്കാർ വന്നിരിക്കാനും വെയിൽ ചൂടല്ലേ, ഇപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി കിണറുണ്ടാക്കി. മൊത്തം 7 നിലയാണ്. ഇപ്പോൾ അടിയിലൊക്കെ പോകാൻ പെർമിഷനില്ല. അപ്പോൾ പണ്ട് സരസ്വതി നദി എന്നൊരു നദി ഉണ്ടായിരുന്നു അവിടെ. ആ നദിയുടെ കരയിൽ ഉണ്ടാക്കിയത്. പിന്നീട് എപ്പോഴോ ഈ നദി കര കവിഞ്ഞൊഴുകി ദിശ മാറി ഒഴുകിയപ്പോൾ ഇത് മണ്ണിലെടുക്കും. പിന്നെ ആർക്കോളജി സർവേ അടുത്ത കാലത്താണിത് കണ്ടെത്തിയത്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് പാട്ടനിൽ നിന്ന് സിദ്പൂരിലേക്ക് ഒരു തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്, രക്ഷപ്പെടാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഉണ്ടാക്കിയ രാജാവ് ഭീംസിംഗ് ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഭാര്യ ഉണ്ടാക്കിയതാണ് ഇത്. ഉദയമതി എന്നായിരുന്നു രാജ്ഞിയുടെ പേര്. അതുകൊണ്ടാണ് ഇതിന് റാണിക്ക് വാവ് പേര് വന്നത്. വാവ് എന്ന് പറഞ്ഞാൽ പടിക്കിണർ, പടികളുള്ള കിണർ. കിണറാണ് സംഭവം. 7 നിലയുള്ള കൊട്ടാരം, ചെറിയൊരു കൊട്ടാരം ഇത്. 64 മീറ്റർ നീളം, 20 മീറ്റർ വീതി, 27 മീറ്റർ ആഴമുള്ള വലിയൊരു കൊട്ടാരം. കുറേ രൂപങ്ങളുണ്ട്. കൂടുതലും വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ് അവരവിടെ കുത്തിവെച്ചിരിക്കുന്നത്. കൂടുതൽ സമയത്ത് ജലക്ഷാമവും കടുത്ത ചൂടും അനുഭവപ്പെടുന്ന ഇവിടെ ജലസംരക്ഷണത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച കിണർ എന്നതിനെ വിളിക്കാൻ പറ്റില്ല. പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയൊക്കെ അതിജീവിച്ച് ഇപ്പോഴിത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിർമ്മാണ മികവ് തന്നെയാണ് എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. അപ്പോൾ ഈ സ്ഥലമാണ് വെച്ചാൽ ഏതാണിത്? റാണിക്ക് വാവ്. റാണിക്ക് വാവ്.